ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ശ്യാം വിശ്വാസ്. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖം, സന്തോഷം എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലായി കാണും ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇനി കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടേതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് ആദിയോഗിയിലേക്കാണ്. ആദിയോഗി, ആദ്യത്തെ യോഗി. ആദിയോഗിയെക്കുറിച്ച് അറിയുന്നവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആദിയോഗി എന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 152 അടി ഹൈറ്റിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ശില്പമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രതിമ കാണാനും ഇവിടുത്തെ രീതികളും മറ്റും എക്സ്പ്ലോർ ചെയ്യാനും അവിടെ പോയിട്ട് കുറച്ച് നേരം മനസ്സമാധാനമായിട്ടൊന്ന് ഇരിക്കാനും വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. കോയമ്പത്തൂർ ടൗണിൽ നിന്നും 30 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആദിയോഗിയിലേക്ക്. അങ്ങോട്ടേക്കുള്ള വഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല. നമുക്ക് ചോദിച്ചു പോവാം. വിഷ ഇന്ന് ഓപ്പൺ ആണോ? எப்போ ஓப்பன் தான். எப்போ ஓப்பன் தான்? எப்போ நீங்க அப்படி போக வேண்டியதானே. അണ്ണാ താങ്ക്സ് അണ്ണാ. നിങ്ങൾ വഴിയരികിൽ കണ്ട ഈ ഒരു ചേട്ടനോട് വഴി ചോദിച്ച സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. ഇവിടെയുള്ള ആളുകൾക്ക് ആദിയോഗി എന്നതിനേക്കാൾ കൂടുതൽ ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇഷ ഫൗണ്ടേഷൻ എന്നാണ്. അതായത് ഇഷ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആദിയോഗി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പെട്ടെന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ വരുന്ന സമയത്ത് ഇഷ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇഷ യോഗ സെൻറ്റർ എവിടെയെന്ന് കൃത്യമായിട്ട് ചോദിക്കുക. സ്റ്റേറ്റ് ഹൈവേയിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം വലതുഭാഗത്തേക്കുള്ള കട്ട് റോഡിലേക്ക് കയറാൻ ആ ചേട്ടൻ പറഞ്ഞിരുന്നു. സോ ഞങ്ങൾ അതുപ്രകാരം ആ ഒരു കട്ട് റോഡിലേക്ക് പ്രവേശിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗ്രാമീണ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സമയം ഇതുതന്നെയായിരുന്നു. ബിക്കോസ് ഇവിടെ നമ്മൾ വന്ന് കാണേണ്ട സമയമെന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാണ്. ആദിയോഗിയിലെ ഒരു ഈവനിങ് വൈബ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അങ്ങനെ അവസാനം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ആദിയോഗിയിൽ എത്തിച്ചേർന്നു. ഇഷ യോഗ ഫൗണ്ടേഷൻ്റെ വലിയൊരു എംബ്ലമാണ് ഞങ്ങളെ വരവേറ്റത്. അതിന് പുറകിലായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ഗേറ്റ് കാണാമായിരുന്നു, ഒരു കവാടമൊക്കെയായി. ഈ ഒരു ഗേറ്റ് കടന്നതിന് ശേഷവും ആദിയോഗിയിലേക്ക് 1.5 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 150 ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നത് ഇഷ ഫൗണ്ടേഷൻ്റെ ഒരു മായാലോകമാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാവുന്നതാണ്. ഇവിടേക്ക് എൻട്രി ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇവരുടെ പരസ്യവാചകം എന്ന് തന്നെ പറയുന്നത് നോൺ പ്രോഫിറ്റബിൾ ഫൗണ്ടേഷൻ എന്നാണ്. ഇവിടെ നമുക്ക് വരുന്ന ആകെയുള്ള ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു പണച്ചെലവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊണ്ടുവെക്കുന്ന വാഹനം അതേതാണോ അതിനൊരു പാർക്കിംഗ് ഫീസും മാത്രമാണ്. അതും വളരെ തുച്ഛമായിട്ടുള്ള പാർക്കിംഗ് ഫീസാണ്. ബൈക്കുകൾക്ക് 10 രൂപയും അതേപോലെ തന്നെ കാറുകൾക്ക് 30 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്ന പാർക്കിംഗ് ഫീസ്. ചേട്ടാ ഇവിടെ ബാഗ് സൂക്ഷിക്കാൻ ക്ലോക്ക് റൂം എവിടെയുള്ളത്? முன்னாடி செக்யூரிட்டி இருக்குல்ல. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനായ ആദിയോഗിയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഇഷ യോഗ സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് മുന്നിൽ പോകുന്നുണ്ട്. ഇവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഭയങ്കര ക്രൗഡാണ്. അത്യാവശ്യം നല്ല ആളുകളുണ്ട്.
ഇന്നൊരു അവധി ദിനമായതുകൊണ്ടായിരിക്കാം ഒരുപാട് പേർ ഇവിടെയുണ്ട്. കുട്ടികളായിട്ടും അതേപോലെ തന്നെ ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഫ്രണ്ട്സിനോടൊപ്പം വന്ന ഒരുപാട് പേർ. എല്ലാവർക്കും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ആദിയോഗിയെ കാണുക, അല്പനേരം ഇവിടെ ഇരിക്കുക, കുറച്ച് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കുക. 1-2 പേർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധ്യാനത്തിലിരിക്കുന്നത് കാണാമായിരുന്നു. ചിലർ വെറുതെ ഇരിക്കുന്നുണ്ട്. അതിലും കൂടുതൽ പേര് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഈ ഒരു ശില്പമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ്റ്റൽഡ് ശില്പമാണ് ഇവിടെയുള്ള ആദിയോഗി എന്ന് പറയുന്നത്. ബസ്റ്റൽഡ് ശില്പം എന്ന് പറയുമ്പോൾ നമ്മളുടെ പകുതിക്ക് അതായത് അരക്ക് മുകളിലോട്ടുള്ള അല്ലെങ്കിൽ പകുതി മാത്രമുള്ള ശില്പങ്ങളെയാണ് ബസ്റ്റൽഡ് ശില്പങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു ശില്പം കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതല്ല, പകരം സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച് ഇത്ര ഹൈറ്റിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ, അതായത് 152 അടി ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ശില്പം കൂടിയാണ് ആദിയോഗി. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ആദിയോഗി തന്നെയാണെങ്കിലും ഇവിടെ ഈ ഒരു ശില്പം മാത്രമല്ല ഉള്ളത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. മെഡിറ്റേഷനുണ്ട്, യോഗയുണ്ട്, മ്യൂസിക്കൽ ഇവൻറ്റ്സ് ഉണ്ട്. കുറച്ച് ദൂരെയായിട്ട് ധ്യാനലിംഗ എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ സെൻറ്റർ തന്നെയുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ട് അല്പനേരം മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫ്ലാഷ് മോബ് നടന്നു. ഒരു കൂട്ടം ചെറുപ്പക്കാർ സേവ് സോയിൽ എന്ന് പറയുന്ന ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇത് ആക്ച്വലി ഇഷ ഫൗണ്ടേഷന് തന്നെ യൂത്ത് ബ്രിഗേഡിയേഴ്സ് സംഘടിപ്പിച്ച ഒരു ഫ്ലാഷ് മോബ് ആയിരുന്നു. സേവ് സോയിൽ അഥവാ മണ്ണ് സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഈ ഒരു ഫ്ലാഷ് മോബ് കഴിഞ്ഞതോടുകൂടി എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇരിക്കാൻ തുടങ്ങി. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇനി അടുത്തത് ആരംഭിക്കാൻ പോകുന്നത് ലേസർ ഷോയാണ്. ആദിയോഗിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലേസർ ഷോ. ഏകദേശം 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഷോ ആണിത്. അപ്പോൾ ആ ഒരു ലേസർ ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നു. ഉടനെ തന്നെ അനൗൺസും വന്നു. Maintain social distancing at all times. To have a better view and audio of the show, please be seated in the seating area and kindly avoid standing during the show. Most importantly, please avoid using your mobile phone torchlights during the show. शरीरं स्वरूपं यथा वा कलत्रं यशश्चारुचित्रं धनं मेरुतुल्यं गुरोरङ्घ्रिपद्मे मनश्चेन लग्नं ततः किं ततः किं ततः किं ततः किं कलत्रं धनं पुत्रपौत्रादि सर्वं गृहं बान्धवा सर्वमेतद्विजातं गुरोरङ्घ्रिपद्मे मनश्चेन लग्नं ततः किं ततः किं ततः. ഈ ഒരു ശിവൻ്റെ സ്തുതിഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ തന്നെ ഒരു മൈൻഡിലേക്ക് എത്തിച്ചേരും. അതായത് ഒരു പ്രത്യേക ഒരു വൈബ് മൂഡിലേക്ക്. ഈ മൂഡിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർ ഈ ദീപങ്ങളെല്ലാം തന്നെ അണയ്ക്കുന്നതും ഈ ഷോ ആരംഭിക്കുന്നതും.
15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi-yogi. Mahadevaya Namaha, Mahadevaya Namaha.